ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മനസ്സിലേറ്റുന്നവർക്ക് ഇന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കാതെ വിട്ടുപോകാനാകില്ല. ആരാണ് ഭാരതത്തിൻ്റെ പ്രതീകം നിർണയിക്കുന്നത്? ഭരണഘടനയോ അതോ RSSോ? ദേശീയ പതാകയെ മറികടന്ന് കാവിക്കൊടിയേന്തുന്ന ഭാരതാംബയുടെ ചിത്രമാണോ ഭരണഘടനാ സ്ഥാപനങ്ങൾ സംഘടിപ്പിക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ പ്രദർശിപ്പിക്കേണ്ടത്? ഏത് ഭാരതത്തെ മനസ്സിലാക്കാനാണ് ഗവർണറും രാജ്ഭവനും തയ്യാറെടുക്കുന്നത്? രാജ്ഭവൻ RSS ശാഖയായി അധപ്പതിപ്പിക്കുന്നത് ആരുടെ കളിയാണ്? പാഠപുസ്തകങ്ങളിൽ നിന്നും ഗാന്ധിയെ വെട്ടിമാറ്റുന്നവർ പകരം കൊണ്ടുവരുന്ന പ്രതീകങ്ങളെ ചുമക്കാനുള്ള ബാധ്യത ഒരു ഇന്ത്യക്കാരനും ഇല്ല എന്ന് വിളിച്ചു പറയുകയാണ് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി വി ശിവൻകുട്ടിയിലൂടെ കേരളം. ഭരണഘടനയുടെ കൂടെ നിൽക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ ഗവർണറോ? കേരളത്തിലെ വിദ്യാർത്ഥികളെ ഇനി പഠിപ്പിക്കാൻ പോകുന്നത് ഗവർണറുടെ അധികാരങ്ങളെയും അതിൻ്റെ പരിധിയെയും കുറിച്ചുള്ള പാഠങ്ങളാണ്. പക്ഷേ ആ പാഠങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ആരാണ് എന്ന് വിദ്യാർത്ഥികൾ കേരളം മുഴുവൻ ബാനർ എഴുതി ചോദിക്കുന്നുണ്ട്. BJPയുടെ ഫേസ്ബുക്ക് പേജ് പറയുന്നത് ഒന്ന്, തെരുവിലിറങ്ങുന്ന BJP പ്രവർത്തകർ പറയുന്നത് മറ്റൊന്ന്. ഇവർക്ക് തന്നെ ആശയക്കുഴപ്പമെങ്കിൽ ആരാണ് സത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രാജ്ഭവനിൽ ആരെ പൂജിക്കണമെന്ന് നിശ്ചയിക്കുന്നത് ആരാണ്? RSSന്റെ ആജ്ഞപ്രകാരമാണോ കേരളം നയിക്കപ്പെടേണ്ടത്? ഭരണഘടനയുടെ വഴിയോ കാവിയുടെ വഴിയോ രാജ്യത്തെ സ്നേഹിക്കുന്നവർ തുടരേണ്ടത്? ഇനി ഗവർണർ പഠിക്കുമോ?